15 സങ്കീർത്തനത്തിൽ ഭക്തനാകുന്ന ദാവീദിനോട് ഈ ചോദ്യം ജാതികൾ ചോദിക്കുകയാണ്, നിന്റെ ദൈവം എവിടെയെന്ന് ജാതികൾ ചോദിക്കുന്നു. തൊട്ടടുത്ത വാക്യത്തിൽ ദാവീദ് ഒരു മറുപടി രസകരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ദൈവമോ അവൻ സ്വർഗത്തിലുണ്ടെന്ന്. ആമേൻ പറഞ്ഞില്ല നിങ്ങൾ? എൻ്റെ ദൈവമോ അവൻ സ്വർഗത്തിലുണ്ടെന്ന്. അതിൻ്റെ അർത്ഥം ബീസൻ പാസ്റ്ററെ നമുക്കൊരു ദൈവം ഉണ്ടെന്ന്. ആമേൻ പറയാമോ? ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരമടിച്ച ദൈവത്തിനൊന്ന് ആരാധന കൊടുത്തേ. ധൈര്യത്തോടെ പറ, എനിക്കൊരു ദൈവം സ്വർഗത്തിലുണ്ട്. ആമേൻ പറയാമോ? പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് എനിക്ക് സ്വർഗത്തിലുണ്ട്. Come on. അവന്റെ പ്രത്യേകത അടുത്ത വാക്യത്തിൽ താഴോട്ട് ദാവീദ് എഴുതി വെച്ചിരിക്കുക, അവൻ നമ്മെ ഓർത്തിരിക്കുന്നു. അവൻ നമ്മളെ മറന്നു കളയുന്ന ഒരു ദൈവമല്ല ജസ്റ്റിനെ നമ്മുടെ ദൈവം, നമ്മളെ ഓർക്കുന്ന ദൈവം. അടുത്ത വാക്ക് എഴുതി വെച്ചിരിക്കുക, അവൻ നിശ്ചയമായി നമ്മളെ അനുഗ്രഹിക്കും. അവൻ അതിൻ്റെ അർത്ഥം മറന്ന് കളഞ്ഞതുപോലെ നമുക്ക് തോന്നിയേക്കാം. ഇല്ല കുഞ്ഞെ, നിന്നെ അവൻ മറന്നിട്ടില്ല. 9 കൊല്ലം കൊണ്ട് പ്രാർത്ഥിക്കുന്നവർ ഇതിനകത്തുണ്ട്, 12 കൊല്ലം കൊണ്ട്, 5 കൊല്ലം കൊണ്ട്, 6 കൊല്ലം കൊണ്ട് പ്രാർത്ഥിക്കുന്നവരിനകത്തുണ്ട്. പക്ഷെ ഞാനൊരു ദൂത് കൈമാറാം, മറക്കുന്ന ഒരു ദൈവത്തെയല്ല, റൈറ്റ് ടൈമിൽ വിശ്വസിക്കുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് കരമടിച്ച ദൈവത്തിന് ആരാധന കൊടുക്ക്. നിന്നെ ഓർക്കുന്ന ഒരു കർത്താവ് കൂടെ ഉണ്ട്. Come on. Hallelujah. നോയിക്കണേ, സമയം നമ്മുടെ മുൻപിൽ ഇല്ലാത്തതുകൊണ്ട് ഓടി പോവാ. പക്ഷങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ വന്നില്ലെങ്കിലും പോകാൻ സമയത്ത് പോകണമല്ലോ. അങ്ങനെ ഒരു പ്രശ്നം നമുക്കുള്ളതുകൊണ്ട് വേഗത്തിൽ ഓടുക. ഒരിക്കൽ ഇതിൻ്റെ ചരിത്രം പഠിച്ചു വരുമ്പോഴേ നിങ്ങൾ ബൈബിൾ ഒന്നും നോക്കണം, എന്നെ ശ്രദ്ധിച്ചാൽ മതി. ഉള്ള വാക്യം മുഴുവൻ ഞാൻ വായിച്ചോളാം മക്കളെ, പ്ലീസ്. ആമേൻ. എന്നെ ശ്രദ്ധിച്ചോ, കാര്യം ഒന്നാമത് സമയമില്ല നമുക്ക്. ഒരിക്കൽ ആ സമയത്ത് ചില കൽദയർ അടുത്ത് വന്ന് അവിടെ നിൽക്കേണ്ടി വരും കേട്ടോ. ഞാൻ എപ്പോഴാണ് താഴോട്ട് ഇറങ്ങുന്നതെന്ന് പറയാൻ പറ്റിയല്ല. സോ ആ സമയത്ത് ചില കൽദയർ അടുത്ത് വന്ന് യഹൂദന്മാരെ കുറ്റം ചുമത്തി. കൽദയർ അടുത്ത് വന്ന് യഹൂദന്മാരെ, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചോ, കൽദയർ അടുത്ത് വന്ന് യഹൂദന്മാരെ കുറ്റം ചുമത്തി. ഈ കൽദയരുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഊരിൻ്റെ തെരുവീഥി മുതൽ അങ്ങ് അബ്രഹാമിൻ്റെ കാലം മുതൽ കൽദയൻസിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ ഇവർ ഊമവിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കുന്നവരാണ്. ഇവർ ആരാധിക്കുന്നത് സൂര്യ ചന്ദ്ര നക്ഷത്രാദികളെ ആരാധിക്കുന്ന കൂട്ടമാണ് കൽദയ കൂട്ടം എന്ന് പറയുന്നത്. സത്യദൈവത്തിൻ്റെ ആരാധന എന്തെന്നും സത്യദൈവത്തെ ആരാധിക്കുന്നവരുടെ പ്രത്യേകത എന്തെന്നും അറിയാത്ത ഒരു കൂട്ടം കൽദയ കൂട്ടങ്ങൾ വന്നിട്ട് യഹൂദന്മാരെ അതിൻ്റെ അർത്ഥം സ്തുതിക്കുന്നവരെ കുറ്റം ചുമത്താൻ തുടങ്ങി. അമ്മ പറയാമോ? യഹൂദന്മാരെ, സ്തുതിക്കുന്നവനെ കുറ്റം ചുമത്താൻ തുടങ്ങി. ഒരു ദൂത് ഞാൻ പറയാൻ കേട്ടോ, സ്തുതിക്കുന്നവനെതിരെ ആരെല്ലാം കുറ്റം പറഞ്ഞാലും, ആരെല്ലാം സ്തുതിക്കുന്നവനെതിരെ പദ്ധതികൾ ഒരുക്കിയെന്ന് പറഞ്ഞാലും, ഇന്ന് പകലിൽ ഒരു ദൂത് ഞാൻ കൈമാറാം, അന്തിമ വിജയം സ്തുതിക്കുന്നവൻ്റെ കൂടെ ആയിരിക്കും. അമ്മ പറയാമോ? സ്തുതിക്കുന്നവനെ പരാജയപ്പെടുത്താൻ ഉലകത്തിലെ ഒരു ശക്തിക്കും ഒരു പൈശാചിക മണ്ഡലങ്ങൾക്കും കഴിയുകയില്ലെന്ന് പറഞ്ഞാൽ, നിന്റെ ആധരത്തിൽ സ്തുതി ഉള്ളിടത്തോളം കാലം, ആമേൻ പറയാമോ, ഏതെല്ലാം മേഖലകൾ നിന്റെ മേരെ വന്നെന്ന് പറഞ്ഞാലും നിന്റെ ആധരത്തിലെ സ്തുതി. അതുകൊണ്ട് മക്കളെ എന്നെ ശ്രദ്ധിക്കണേ, കുഞ്ഞുമക്കളെല്ലാവരും എന്നെ ശ്രദ്ധിക്കണേ. അതുകൊണ്ട് ഒരിക്കൽ, ആമേൻ സ്തോത്രം, ഒരു ഗതികെട്ട ഭർത്താവ് ഉണ്ടായിരുന്നു. ഒരു ഗതികെട്ട ഭർത്താവിൻ്റെ പേര് ഹാമാൻ എന്നാണ്. ആമേൻ. ഹാമാനോട് ഭാര്യയായ ശേരസ് അമ്മാമ്മ വന്നിട്ട് പറയാം, എൻ്റെ അച്ചാച്ച മൊർദെഖായിക്കെതിരെ നിയമം ഉണ്ടാക്കി, രേഖയുണ്ടാക്കി, കടിമരമൊക്കെ ഉണ്ടാക്കി. പക്ഷേ അവൻ ഒരു യഹൂദ വംശജനാകുന്നുവെങ്കിൽ നീ വീഴാൻ തുടങ്ങിയെന്ന്. ബിജുസൻ പാസ്റ്ററെ, നമ്മുടെ സ്തുതി കണ്ടും നിങ്ങളുടെ ആരാധന കണ്ടിട്ടും പുറത്ത് ഇതുപോലെ ചർച്ച നടക്കുന്നുണ്ട്. അയ്യോ ഇവൻ ആരാധിക്കുന്നവനാ, എത്ര പണി ഇവനെതിരെ ചെയ്തെന്ന് പറഞ്ഞാലും, ഏതെല്ലാം നിയമക്കുരുക്ക് ഇവനെതിരെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും, ഇവന്റെ ആധാരത്തിൽ സ്തുതിയുള്ളിടത്തോളം കാലം, സ്തുതിക്കുന്നവനെ പരാജയപ്പെടുത്താൻ ഉലകത്തിലെ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ആമേൻ പറയാമോ? നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഒരിക്കലുണ്ടല്ലോ, ആമേൻ, ഈ ബെന്യാമിൻ ഗോത്രക്കാരനാകുന്ന ശൗല് ഏത് ഗോത്രോ? ബെഞ്ചമിൻ ഗോത്രോ? ബെന്യാമിൻ ഗോത്രമാ. ബെന്യാമിൻ ഗോത്രക്കാരനാകുന്ന ശൗല് ഗോലിയാത്തിന്റെ മുൻപിൽ പകച്ചു നിൽക്കുക. ഈ ബെന്യാമിൻ ഗോത്രക്കാരെ കുറിച്ച് പുസ്തകത്തിൽ ഇങ്ങനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നാന്നറിയാമോ? മോനെ, അവർ കവിണ്ണ ഏറിൽ പ്രാവീണ്യം നേടിയവരാണ്. എവിടെ എഴുതിയേക്കുന്നേ?
ബുക്ക് ഓഫ് ജഡ്ജസ്, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ. വീട്ടിൽ ഇരുന്ന് കണ്ടുപിടിച്ചാൽ മതി. ആമേൻ. ഞാൻ പറഞ്ഞു തരുന്നില്ല. വീട്ടിൽ ഇരുന്ന് അസൈൻമെൻറ്റ്. അടുത്ത ആഴ്ച കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നവർക്കൊരു മുട്ടായി കൊടുത്തു എൻ്റെ വക. ആമേൻ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഒരു വാക്കുണ്ട്, ബെന്യാമീൻ ഗോത്രക്കാർ കവിണ്ണയേറിൽ പ്രാവീണ്യം നേടിയവരാണ്. എന്നിട്ട് അടുത്ത വാക്ക് അവരെ പറ്റി എഴുതിയിരിക്കുന്നത്, രോമത്തിൽ എറിഞ്ഞു കൊള്ളിക്കാൻ കഴിവുള്ളവരാണ് ബെന്യാമീൻ ഗോത്രക്കാർ. വിസൻ ബാസ്രേ, എൻ്റെ കയ്യിൽ ഒരു രോമം എടുത്ത് കാണിച്ചിട്ട് ഈ രോമത്തിൽ എറിയാൻ പറഞ്ഞാൽ അവരെറിയും. പിടിയോ? രോമത്തിൽ എറിഞ്ഞു കൊള്ളിക്കാൻ പ്രാവീണ്യം നേടിയ മിടുക്കനായ ബെന്യാമീൻ ഗോത്രക്കാരനാകുന്ന ശൗല് പകച്ചു നിൽക്കുമ്പം സ്തുതിക്കുന്ന ഗോത്രത്തിൽ നിന്ന് ഒരു കൊച്ചു ചറക്കം കയറി വന്ന് പിടികിട്ടിയില്ല. 40 പകലും രാവും ഇസ്രായേലിനെ കിടുകിട വിറപ്പിച്ച ഗോലിയാത്ത് എന്ന് പറയുന്ന മല്ലന്റെ നേരെ അവൻ ഒരു ചെറിയ കല്ലെടുത്ത് അവന്റെ തിരുനെറ്റിക്കെറിഞ്ഞ് താഴെയിട്ടെങ്കിൽ, സ്തുതിക്കാൻ റെഡിയാണെങ്കിൽ, സ്തുതിക്കാൻ, നിങ്ങൾ എൻ്റെ കൂടെ പ്രതികരിച്ച് വരണേ, സ്തുതിക്കാൻ റെഡിയാണെങ്കിൽ എറിഞ്ഞു കൊള്ളിക്കാനുള്ള ഒരു ഇച്ചിരി സ്പേസ് തമ്പുരാ ഓടിച്ചിട്ടേക്കും. എന്റെ പൊന്നച്ച, ദാവീദ് ഗോലിയാത്തിനെ നോക്കുമ്പോ എവിടെ അറിയാനാ? പടച്ചട്ട, താമ്രശിരസം മൊത്തം ഫുൾ കവേർഡായിട്ട് നിൽക്കുന്ന മുന്നിൽ പരിചക്കാരനും. പക്ഷേ ഫുൾ കവേർഡ്, പക്ഷെ സ്തുതിക്കുന്നവൻ ഒരു ഇച്ചിരി സ്ഥലം മതി. എന്റെ കുഞ്ഞ്, നിന്റെ ഒരു ചെറിയ സ്വോത്രത്തിന് വിലയുണ്ടെന്നാ പറഞ്ഞേ. മയിൽക്കുറ്റി പോലെ ഇരിക്കാതെ കൈ അടിച്ചൊന്ന് ആരാധിക്കാൻ പറ്റുമെങ്കിൽ നിന്റെ ഈ ആരാധന നിന്റെ ശരീരത്തിന് വിടുതലായിരിക്കുമെന്ന്. ആരാധിക്കുന്നെങ്കിൽ ആരാധിച്ചോ ശുവിന്റെ നാമത്തിൽ. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചോണേ. എടാ ദാവീദേ, നീ എറിഞ്ഞ കല്ലിന്റെ വലിപ്പമാണോ? നീ മർമ്മം നോക്കി എറിഞ്ഞോണ്ടാണോ? അല്ലച്ചാ, തെളിവ് ഞാൻ തരാം. ഈ എറിഞ്ഞ് ഒരുത്തനെ വീഴ്ത്തി അവൻ എങ്ങോട്ടായിരിക്കും വീഴുന്നേ? പുറകോട്ടായിരിക്കും. പക്ഷെ ഗോലിയാത്ത് വീണതോ? എടാ, നീ എറിഞ്ഞെന്നുള്ളത് സത്യം, ഞാൻ പുറേന്ന് അടിച്ചവനെ ഇട്ടതാ. പിടിയിട്ടില്ല. എന്റെ പൊന്നച്ച, നമ്മുടെ ഈ ചെറിയ സ്വോത്രം കൊണ്ട് കാര്യം നടക്കത്തില്ലെന്നാ പറഞ്ഞേ. പക്ഷെ ഈ സ്വോത്രത്തിന്റെ നടുവിലും മഹത്വത്തിന്റെ പ്രത്യാശയാകുന്നവൻ, തേജസ് വാരി ഉടുത്തവൻ, നിന്റെ സ്തുതികളുടെ മീതെ വസിക്കുന്ന സർവശക്തനായ ദൈവം സ്തുതിക്കുന്നവന് വേണ്ടി ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒന്ന് സ്വീകരിക്കാൻ അതത്ര പേര് തയ്യാറാകും. നിന്റെ സ്തോത്രത്തിന് വിലയുണ്ട് കുഞ്ഞ്, നിന്റെ ആരാധനയ്ക്ക് വിലയുണ്ട്, നിന്റെ കൈയടിക്ക് വിലയുണ്ടെന്നാ പറഞ്ഞേ. ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം, അവർ നിന്നോട് യുദ്ധം ചെയ്യും, അവർ നിന്നോട് യുദ്ധം ചെയ്യും. അതിന്റെ അർത്ഥം കുഞ്ഞെ, നിനക്ക് യുദ്ധമില്ലെന്നല്ല, നിനക്ക് പോരാട്ടമില്ലെന്നല്ല, നിനക്ക് പ്രതിസന്ധിയില്ലെന്നല്ല, നിനക്ക് പ്രതികൂലമില്ലെന്നല്ല. അടുത്ത വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുക, എങ്കിലും അവർ നിന്നെ ജയിക്കത്തില്ല. കാരണം സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഒരു മഹാവീരനെ പോലെ, യുദ്ധവീരനെ പോലെ നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് എത്ര പ്രതിസന്ധി നിനക്ക് വന്നെന്ന് പറഞ്ഞാലും നീ പരാജയപ്പെടത്തില്ല. യേശുവിന്റെ നാമത്തിൽ സ്തുതിക്കുന്നവനെതിരെ, ആരാധിക്കുന്നവനെതിരെ കൽദയക്കൂട്ടങ്ങൾ എഴുന്നേറ്റു. കൽദയക്കൂട്ടങ്ങൾ, ഇവരുടെ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, ഇവർക്ക് കിട്ടിയ പൊസിഷൻ. ഇവർക്ക് കിട്ടിയ അതിലോട്ട് നമ്മൾ കയറും, ആ പൊസിഷനിങ്ങിലോട്ട്. ഇവർക്ക് കിട്ടിയ പൊസിഷനെതിരെയാണ് ആരുടെ ഫൈറ്റ്? പറയുന്നേ, കൽദയന്മാരുടെ ഫൈറ്റ്. എന്നാ നിയമം എഴുതി വെച്ചേക്കുന്നതെന്നറിയാമോ? കഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം എന്നിവയുടെ ശബ്ദമൊക്കെ കേൾക്കുമ്പം മോൻ എന്നാ ചെയ്യണം മക്കളെ? വീണ്. എങ്ങനെ മക്കളെ വീണ് നമസ്കരിക്കുന്നേ? അതാ വീണ് നമസ്കരിക്കുക എന്ന് വെച്ചാൽ മുന്നോട്ട് കവിണ് വീണ്. എൻ്റെ ചോദ്യം, എല്ലാവരും വീണ് നമസ്കരിക്കണമെന്നല്ലേ ജെറമി മോനെ നിയമം?
ആണോ? നിർത്തിയിരിക്കുന്ന സ്വർണ്ണബിംബത്തെ വീണ് നമസ്കരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്ന് വീണ് കണ്ണടച്ച് നമസ്കരിക്കുക. അപ്പം എൻ്റെ ചോദ്യം, കൽദയന്മാരുടെ നമസ്കാരം ശരിയായിരുന്നോ? പറ. ശരിയായിരുന്നെങ്കിൽ ഇവർ നമസ്കരിച്ചില്ലെന്ന് എങ്ങനെ കണ്ട്? അങ്ങനെയുള്ള കൽദയന്മാർ ഇന്നും സഭയിലുണ്ട്. ഇവരൊട്ട് നമസ്കരിക്കുമോ? ഈ കൽദയന്മാരിങ്ങനെ വീഴുമ്പോഴും എല്ലാവരും വെള്ളം ഇട്ടുകൊണ്ട് വന്നപ്പോൾ അവൾ മാത്രം ഇന്ന് ചോപ്പ ഇട്ടുകൊണ്ട് വന്നേ. അവൾക്ക് എന്നാത്തിൻ്റെ കേടായിരുന്നു? പാവം കഴുകിയിട്ടേക്കും, അത് ഉണങ്ങിയില്ല. ഹൃദയഭാരത്തോടു കൂടി ചോപ്പ് ഇട്ടുകൊണ്ട് വന്നതാണ്. കൽദയനിരുന്ന് പറയൂ, അങ്ങ് സ്വതന്ത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. നീയോട്ട് ആരാധിക്കുമോ? ഇല്ലാതാനും. ആരാധിക്കുന്നവൻ്റെ കൈയടി അങ്ങോട്ട്. കൽദയന്മാരെല്ലാം ഇന്ന് മാനസാന്തരപ്പെടണം. ഇവിടെ ഉണ്ടെന്നല്ല പറയുന്നേ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ തന്നെ? ആമേൻ. എടാ മക്കളെ, നിങ്ങൾ ചൊവ്വ നേരം ഒന്ന് വീണ് നമസ്കരിക്കേ. പക്ഷേ ഇവര് ഒരു കണ്ണിങ്ങനെ നോക്കി. കൽദയന്മാർക്ക് മനസ്സിലായി നെബൂഖദ്നേസർ നിർത്തിയ സ്വർണ്ണബിംബത്തെ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും എന്ത് ചെയ്യുന്നില്ല? വീണ് നമസ്കരിക്കുന്നില്ല. ഇത് മനസ്സിലാക്കിയ ഉടനെ, സമയമില്ലാത്തതുകൊണ്ട് ഓടി ഓടി അങ്ങ് പോവാട്ടോ. ഇത് മനസ്സിലാക്കിയ ഉടനെ കൽദയന്മാർ ഓടി രാജാവിൻ്റെ അടുക്ക വന്നിട്ട് പറയുക, രാജാവേ, അങ്ങ് നിർത്തിയ സ്വർണ്ണബിംബത്തെ ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽവിചാരകന്മാരാക്കി നിയമിച്ച ശദ്രക്കും മേശക്കും അബേദ്നെഗോവും എന്ന ചില യഹൂദന്മാരുണ്ടല്ലോ, അവർ ഈ പുരുഷന്മാർ രാജാവിനെ കൂട്ടാക്കിയിട്ടില്ല. തിരുമനസ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം നെബൂഖദ്നേസർ എന്താ ചെയ്തതെന്നറിയാമോ? നെബൂഖദ്നേസർ ഉടനെ 13-14 വാക്യം, ഉഗ്രകോപം നിമിത്തം ഇവരെ കൊണ്ട് വന്നിട്ട് രാജസന്നിധിയിൽ കൊണ്ടുവന്നിട്ട് നെബൂഖദ്നേസർ അവരോട് ചോദിച്ചു, ശദ്രക്കേ, മേശക്കേ, അബേദ്നെഗോവേ, നിങ്ങൾ എൻ്റെ ദേവന്മാരെ സേവിക്കുകയോ ഞാൻ നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുന്നില്ലയോ എന്ന് ഉള്ളത് നേര് തന്നാണോ? ഈസ് ഇറ്റ് ട്രൂ? എനിക്ക് സത്യം പറഞ്ഞ നെബൂഖദ്നേസറിനോട് ഒരു ബഹുമാനം തോന്നിയൊരു ഭാഗം ആ ഭാഗം. ജോൺസൺ ചായ, നിയമം എന്ന് പറയുന്നത് നമസ്കരിക്കുന്നില്ല എന്നറിഞ്ഞാൽ ഉടനെ തീച്ചൂളയിൽ ഒന്നുമില്ലല്ലോ ഒന്ന് ചോദിക്കാനുള്ള മനസ്സ് ഈ പുള്ളി കാണിച്ചല്ലോ. ഇത് കേട്ടതൊക്കെ നമുക്കതാ ഇല്ലാത്ത. നമുക്ക് ഇങ്ങോട്ട് കിട്ടുമ്പോൾ 10 പേരൊക്കെ അങ്ങോട്ട് നമ്മൾ ഇതെവിടുന്നാ കിട്ടിയെന്ന് നമ്മൾ കണ്ടിട്ടില്ലേ? ഈ ഫോർവേഡ് ചെയ്യുന്നവരെ കണ്ടിട്ടില്ലേ? നിങ്ങൾ ഭയങ്കര വിശുദ്ധരാട്ടോ. യു ആർ ലക്കി പാസ്റ്റർ. ഈ നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടോ? 1998 മിസ്സായവളുടെ ഫോട്ടോ 2024 ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടിട്ടില്ലേ അങ്ങനെ? അവളെ തിരിച്ചും കിട്ടി, അവിടെ കല്യാണവും കഴിഞ്ഞ് അവൾക്ക് കൊച്ചും ഉണ്ടായി. നമ്മളിപ്പോഴും ഷെയർ ചെയ്യുമായിരുന്നു. മിസ്സിങ്. കണ്ടു കിട്ടുന്നവർ ദയവായി. സത്യം പറഞ്ഞാലേ, കേട്ടത് സത്യമാണോ എന്ന് തിരക്കിയായിരുന്ന എത്രയോ ബന്ധങ്ങൾ ഇന്ന് നമുക്ക് കണ്ടേനെയായിരുന്നു. അച്ഛാ, ഈ നേരാണോ എന്ന് ചോദിക്കാൻ കാണിക്കുന്ന മനസ്സാച്ചാ ഏറ്റവും നല്ല ഓപ്പൺനെസ്. അമ്മ പറയോ, ജസ്റ്റിനെ പറ്റി ഒരു കാര്യം കേൾക്കുമ്പം അത് കേട്ട ഉടനെ 10 പേരോട് പറയാതെ, മോനെ ഇങ്ങനെ ഒരു കാര്യം കേട്ടു, കറക്റ്റ് ചെയ്യാനുള്ള മേഖലയാണ്, കറക്റ്റ് പൊതിഞ്ഞു പിടിക്കണം. അമ്മയും പറഞ്ഞില്ല. ഈ സ്നാനപ്പെട്ട് കഴിയുമ്പോഴേ സ്നാനക്കുളത്തിൽ നിന്ന് കയറ്റിക്കൊണ്ട് വരുമ്പോൾ ഇങ്ങനെ നമ്മൾ ഈ പുതപ്പ് വെച്ച് പൊതിയാറുണ്ട്. എന്തിനാ പൊതിയുന്നേ? എന്തിനാ പൊതിയുന്നേ? നഗ്നത കാണാതിരിക്കാനാ. വസ്ത്രമൊക്കെ ഇങ്ങനെ വെള്ളത്തോട് നനയുമ്പോൾ ചിലപ്പം ശരീരം കാണാൻ സാധ്യതയുണ്ട്. ഇത് കാണാതിരിക്കാൻ വേണ്ടി ഈ പുതപ്പ് കൊണ്ട് പൊതിയുന്നേ. അവിടം കൊണ്ട് തീർന്നില്ല സഭയുടെ ആ കടമ. ഇതിനകത്ത് ഒരു കുറവ് വരുമ്പം പൊതിഞ്ഞു പിടിക്കേണ്ടവനെ പൊതിഞ്ഞു പിടിക്കണം. പേഴ്സണലി ചോദിച്ചറിയേണ്ടത് പേഴ്സണലി ചോദിക്കണം.
നാട്ടുകാരോട് കുറ്റം പറഞ്ഞ് നടക്കാതെ, ഫോൺ വിളിച്ച് കുറ്റം പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കാതെ, വിളിച്ച് അവനെ സ്നേഹത്തോടെ പിടിച്ച് ചേർത്ത് പിടിക്കാൻ തയ്യാറാവണം. കേട്ടത് നേരാണോ ചോദിച്ചു. കേട്ടത് ചിന്തിച്ചോണേ. ഇപ്പൊ ഒരു സിമ്പിൾ കള്ളം പറഞ്ഞ് ഈ പിള്ളേർക്ക് രക്ഷപ്പെടാം. സിമ്പിൾ കള്ളമാണ് ജെറമി. നമസ്കരിച്ചെന്നും പറയണ്ട. പറഞ്ഞ കള്ളമല്ലേ? നമസ്കരിച്ചില്ലെന്നും പറയണ്ട. സിമ്പിൾ കള്ളം. സിമ്പിൾ കള്ളം. പൊന്നു രാജാവേ, കേട്ടത് മുഴുവൻ അപവാദമാണെന്ന് പറഞ്ഞാൽ പോരായിരുന്നു? മതിയായിരുന്നു മോനെ? എൻ്റെ പൊന്നു രാജാവേ, ഞങ്ങൾ ഈ മേൽവിചാരകന്മാരായി വന്നത് കൽദയന്മാർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇവന്മാർ അന്നു മുതൽ തുടങ്ങിയ പാരയാ. ഞങ്ങളെക്കുറിച്ച് ഇപ്പം കേട്ടത് മുഴുവൻ അപവാദമാണെന്ന് പറഞ്ഞാൽ പോരായിരുന്നു? മതി. ഈ കുട വെച്ചെടുത്ത് വടി വെക്കാത്ത ടീമുകളുണ്ട്. ഈ ഞാനൊരു ഉദാഹരണം പറയാവേ. കൊട്ടാരക്കരയാണ് നമ്മുടെ വീടില്ലേ, കൊട്ടാരക്കരയിൽ നിന്ന് പാസ്റ്റർ വിളിച്ചെന്നിരിക്കട്ടെ. കൊട്ടാരക്കര വീടുള്ള ഒരാളെ പാസ്റ്റർ വിളിച്ചു. അച്ഛാ എവിടെ അച്ഛാ? അപ്പോൾ പുള്ളി പറയാ, പാസ്റ്ററെ ഭയങ്കര ചൂടാങ്ങ് വീടിനകത്ത് മുഴുവൻ, ഞങ്ങളൊന്ന് പുറത്തോട്ടിറങ്ങിയെന്ന്. അപ്പോൾ പുള്ളി ഇപ്പോൾ വീടിൻ്റെ പുറത്തുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പുള്ളി ഊട്ടി നിൽക്കുക. സത്യമല്ലേ? പുള്ളി പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കള്ളമുണ്ടോ? വീടിന് പുറത്ത് മൈലുകൾക്കപ്പുറം ഊട്ടിയിലാന്നേ ഉള്ളൂ. അങ്ങനെ നല്ല കള്ളം പറയുന്ന ടീമുകൾ നമ്മുടെ ഇടയിലും. പച്ചക്ക പഴുത്തോ എങ്ങനെയാണെന്നറിയാമല്ലോ അച്ഛാ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അപ്പം ഈ ചെറിയ ചെറിയ കള്ളങ്ങളിലാണ് നമ്മുടെ ഇങ്ങനെ വയ്യായിരുന്നു പാസ്റ്ററെ, എന്താ വരാഞ്ഞ്? അങ്ങ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ അങ്ങ് ലേറ്റായി. സത്യമാണ് പറഞ്ഞത്, 1 മിനിറ്റേ ലേറ്റായുള്ളൂ. പുള്ളിക്കാരി പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? സാധാരണ വരുന്നത് 7:30 ഇന്ന് വന്നത് 7:31. 1 മിനിറ്റിൽ. കള്ളവല്ലത്, നമ്മളാ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയത്. അവർ വിശുദ്ധമായിട്ടാണ് മറുപടി പറഞ്ഞേ. ആമേൻ. നോക്കിക്കണെങ്കിൽ നമുക്ക് ലഭിച്ച നന്മകളെ വേണമെങ്കിൽ ഇതുപോലുള്ള കൊച്ചു കൊച്ചു കള്ളങ്ങൾ പറഞ്ഞ് നമുക്കിങ്ങനെ നിലനിർത്താൻ ശ്രമിക്കാം. പക്ഷേ ഈ പിള്ളേർ പറയാന്നേ, എൻ്റെ പൊന്നു രാജാവെ കേട്ടത് നേരാന്ന്. സാക്ഷ്യത്തിൽ തുടർന്നു, വിശുദ്ധിയിൽ തുടർന്നു, അറിഞ്ഞ സത്യത്തിൽ വേർപാടിനകത്ത് ഇവർ തുടർന്നു. ആമേൻ പറഞ്ഞു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ആമേൻ, സ്തോത്രം. അറിഞ്ഞ സത്യത്തിന് വേണ്ടി ശദ്രക്കും മേശക്കും അബേദ്നെഗോവും നിലനിൽക്കാൻ തുടങ്ങി. ഇനിയുള്ള ഭാഗങ്ങൾ ഇച്ചിരിയും കൂടെ ആഴമായിട്ട് ശ്രദ്ധിച്ച് നിങ്ങൾ എൻ്റെ കൂടെ വരണം. ആമേൻ. നെബൂഖദ്നേസർ ഇത് കേട്ട ഉടനെ ഉഗ്രകോപം പൂണ്ടു. അറിഞ്ഞ സത്യത്തിനകത്ത് ഇവർ നിലനിൽക്കുന്നത് കണ്ടപ്പം. ഒരു ഉദാഹരണം പറയും. ഈ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിനകത്ത് ദാനിയേലിനെതിരെ ഒരു രേഖ വരികയാണ്. ആമേൻ. ഇനി എന്ത് ചെയ്യണം? തിരുമനസ്സിനോടല്ലാതെ മറ്റാരോടെങ്കിലും പ്രാർത്ഥിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവനെ എന്ത് ചെയ്യണം? സിംഹത്തിൻ്റെ ഗുഹയിൽ ഇട്ട് കളയണമെന്ന് ഒരു ഖണ്ഡിതമായ ഒരു കൽപ്പിത രേഖ ഉണ്ടാക്കി വെച്ചു. നിങ്ങളുടെ കൂടെ ഉണ്ടോ? ആമേൻ. നോക്കിക്കോണേ, നമ്മളെങ്ങാണ് വരുന്ന ആ സ്ഥാനത്തെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെന്നറിയാമോ? നമ്മൾ നമ്മുടെ ബൈബിളെടുത്ത് ഒരു 50 പൈസ കവറിനകത്താക്കി പൊതിഞ്ഞ് പിടിച്ച് കോട്ടിൻ്റെ അടിയിൽ കയറ്റി നമ്മൾ എവിടെങ്കിലും പോയി അടച്ച മുറിക്കകത്തിരുന്ന് നമ്മൾ പാട്ടുപാടി ആരാധിച്ചേനെ. പക്ഷേ ദാനിയേൽ ചെയ്തത് എന്നാണെന്നറിയാമോ? യെരുശലേമിൻ്റെ നേരെ കിളിവാതിലുകൾ തുറന്നു. പുരുഷന്മാർ വന്നപ്പോൾ അവർ കണ്ടുവെന്ന് എഴുതിയിരിക്കുന്നേ. ഇവൻ മുഴങ്കാല് മടക്കി യഹോവയോട് പ്രാർത്ഥിക്കുന്നത് കണ്ടു എന്ന് എഴുതിയിരിക്കുന്നേ. അതിൻ്റെ അർത്ഥം അവൻ്റെ പ്രാർത്ഥന പരസ്യമായിരുന്നു. യെസ്, ജോൺസൺ, അവന്റെ പ്രാർത്ഥന രഹസ്യമായിരുന്നില്ല. നിയമം പ്രതികൂലമായി നിൽക്കുന്ന മുമ്പിലും മറ്റുള്ളവർ കാണണം ഞാൻ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ നിർത്തിയ സ്വർണബിംബത്തോടോ നിന്റെ തിരുമനസിനോടോ അല്ല. ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ മെനഞ്ഞ ഒരു സർവശക്തനോടോ. എൻ്റെ പ്രാർത്ഥന പരസ്യമായ പ്രാർത്ഥന. സാക്ഷ്യത്തിൽ തുടരണം. എന്ത് പ്രതിസന്ധി വന്നാലും വിശുദ്ധിക്ക് വേണ്ടി നിൽക്കണം. എന്ത് പ്രതിസന്ധി വന്നാലും അവൻ വേർപാടിൽ തുടരുന്ന ഭക്തനാകണം. അങ്ങനെ വിശുദ്ധിയിൽ തുടർന്ന ഭക്തരായ ഈ കുഞ്ഞുങ്ങളുടെ നേരെ നെബൂഖദ്നേസർ കോപം മുഴുത്തിട്ട് ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും
അബേദ്നെഗോവിന്റെയും നേരെ മുഖഭാവം മാറി. ഇനിയുള്ള ഭാഗങ്ങൾ ആഴമായിട്ട് എൻ്റെ കൂടെ ശ്രദ്ധിച്ചു വരണേ. ചൂള പതിവായി ചൂട് പിടിപ്പിക്കുന്നതിൽ 7 മടങ്ങ് ചൂട് പിടിപ്പിക്കാൻ അവൻ കൽപ്പിച്ചു. ശ്രദ്ധിച്ചേ, എത്ര മടങ്ങ്? 7 മടങ്ങ്. അതിൻ്റെ അർത്ഥം, മക്കളെ ശ്രദ്ധിച്ചെൻ്റെ കൂടെ വരണേ, അതിൻ്റെ അർത്ഥം ഈ ചൂള ഇവിടെ പതിവായിട്ടുള്ളതാണ്. ഹലോ, ഈ ചൂള അവിടെ പതിവായിട്ടുള്ളതാണ്. അതുകൊണ്ടല്ലേ പതിവായി ചൂട് പിടിപ്പിക്കുന്നത് എന്നെഴുതി വെച്ചത്. അതിൻ്റെ അർത്ഥം കുറ്റം ചെയ്യുന്ന, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കാതെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റുകൾ ചെയ്യുന്ന, കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ ആ തീച്ചൂളയിൽ കൊണ്ടിടുന്നൊരു പതിവ് ആ രാജ്യത്തുണ്ടായിരുന്നു. ഇത് പതിവായിട്ടുള്ള തീച്ചൂളയാണ്. പക്ഷേ ബിജുസൺ പാസ്റ്ററെ, ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും കാര്യം വന്നപ്പോൾ പതിവ് തെറ്റി. പതിവില്ലാത്ത 7 മടങ്ങ് വർദ്ധിച്ച തീച്ചൂള. ആരോ പറയുന്നുണ്ട്, പാസ്റ്ററെ, വിശുദ്ധിക്ക് വേണ്ടി നിന്ന, വേർപാടിന് വേണ്ടി നിന്ന, പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിന്ന, വിശ്വാസത്തിന്റെ ഉയരനായി നിന്ന എൻ്റെ കാര്യം വന്നപ്പം എല്ലാ പതിവും തെറ്റിയില്ലേ? എല്ലാ പതിവും തെറ്റിയ ചൂട് അനുഭവിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ നിങ്ങളോടൊരു ദൂത് കൈമാറുകയാണ്. പതിവിലില്ലാത്തൊരു മഹത്വം, ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ആ രാജ്യം കണ്ടിട്ടില്ലാത്ത പതിവ് തെറ്റിയ ഒരു മഹത്വം വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരമടിച്ച് യേശുവിന് ആരാധന കൊടുത്തോ. ഇതുവരെ നടക്കാത്തത് എന്തോ ഒന്ന്. എല്ലാ പതിവും തെറ്റിയ പ്രതിസന്ധി വന്നിട്ടുണ്ടോ? അതിന്റെ അർത്ഥം പതിവിൽ നടന്നിട്ടില്ലാത്ത ചിലത് നിനക്ക് വേണ്ടി മാത്രം നടക്കും. ആമേൻ പറയാമോ? ആമേൻ. ദൈവന്റെ സഹായം എന്ന് പറയുന്ന ഒരു മോനുണ്ടായിരുന്നു. ആരാ? ദൈവന്റെ സഹായം. അവൻ്റെ പേര് ലാസർ എന്നാണ്. ലാസർ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ദൈവന്റെ സഹായം. ബഥാനിയയിലെ വീട്ടിൽ അവൻ എപ്പോൾ യേശു കർത്താവ് ചെന്നാലും ലാസറിൻ്റെ വീട്ടിൽ പോകാതെ പോവുകയല്ല. ലാസറിൻ്റെ കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. ലാസറിൻ്റെ വീട്ടിൽ പാർക്കും. മാർത്തയും മറിയയും ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണമൊക്കെ കഴിക്കും. ആ വീട്ടിൽ എന്നും പാർക്കുന്നൊരു സ്വഭാവം ആർക്കുണ്ടായിരുന്നു? യേശു കർത്താവിനുണ്ടായിരുന്നു. കേട്ടോണേ അച്ഛാ, ആമേൻ, സ്തോത്രം. ലാസറിന് സുഖമില്ലെന്ന് പറയാൻ മറിയയും മാർത്തയും കൂടെ 2 പേരെ അയച്ചു. 2 പേരെ അയച്ചിട്ട് കർത്താവിൻ്റെ അടുക്ക ചെന്നിട്ട് പറഞ്ഞു, യോ ബിലൗഡ് വൺ ഈസ് സിക്ക്, നിനക്ക് പ്രിയനായവ സുഖമില്ലാതെ കിടക്കുവാന്ന്. ഹലോ, എന്നാച്ചാ? പ്രിയനായവൻ. മോനെ, കർത്താവിനൊരു വാക്ക് അവിടെ ഇരുന്ന് പറഞ്ഞ പോരായിരുന്നോ? കമോൺ, എൻ്റെ കൂടെ ഉണ്ടോ? കർത്താവിനൊരു വാക്ക്. എന്നെ പൊന്നച്ചാ, ശതാധിപന്റെ വീട്ടിൽ നിന്ന് വന്ന് പറഞ്ഞപ്പോഴേ ബാല്യക്കാരന് സുഖമില്ലെന്ന് പറഞ്ഞപ്പം ആ നാഴികയിൽ നിങ്ങൾ പൊക്കോ, അവൻ സൗഖ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞ നാഴികയിൽ അവന് സൗഖ്യമെന്ന് എഴുതി വെച്ചിരിക്കുന്നേ. ഹലോ, ശതാധിപന്റെ കാര്യത്തിൽ പെട്ടെന്ന്. ഇനി നോക്ക്, യായിറോസിന്റെ വീട്ടിൽ യായിറോസ് ഓടി വന്ന്, പള്ളിപ്രമാണിയാകുന്ന യായിറോസ് ഓടി വന്ന് കാലിലോട്ട് വീണിട്ട് എൻ്റെ കുഞ്ഞു മകൾ അത്യാസന്നത്തിൽ കിടക്കുക. ആമേൻ. ഒന്ന് വന്ന് കൈവെക്കണമെന്ന് പറഞ്ഞപ്പം തമ്പുരാൻ ഓൺ ദ സ്പോട്ടിൽ എഴുന്നേറ്റ് പോയി മോനെ. പക്ഷേ ലാസറിന്റെ കാര്യം വന്നപ്പം ഒരു ഡിലേ, പതിവ് തെറ്റി. എൻ്റെ കൂടെ നിങ്ങൾ വരുന്നുണ്ടോ മോനെ? നിന്റെ കാര്യത്തിൽ പതിവ് തെറ്റുന്നുണ്ടോ? Because you are beloved. ഓ, എൻ്റെ കൂടെ നിങ്ങളുണ്ടോ? പതിവ് തെറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? അയ്യോ, ഇന്നലെ ഇല്ലാത്ത, പതിവിലില്ലാത്ത ഒരു പ്രതിസന്ധി നേരിടുന്ന ആരെങ്കിലും ഉണ്ടോ? പതിവ് തെറ്റി. പതിവ്. എൻ്റെ പൊന്നച്ച, സാരമില്ല, രോഗം മൂർച്ഛിച്ചപ്പോഴെങ്കിലും 2 ദിവസം കൂടെ അവിടെ പാർത്തു. 3 ദിവസത്തിനുള്ളിൽ വന്നായിരുന്നെങ്കിൽ യഹൂദന്മാരുടെ ആചാരപ്രകാരം കറങ്ങി നടക്കുന്ന ആത്മാവ് തിരിച്ചു കയറിയെന്നെങ്കിലും പറയാനുള്ള സാധ്യത കഴിഞ്ഞപ്പം 4-ാമത്തെ ദിവസം എല്ലാ പദവും തെറ്റിച്ചുകൊണ്ട് യേശു അതിരിൽ വന്ന് നിന്നെന്ന് എഴുതി വെച്ചേക്കുന്നത്.
പക്ഷെ മറിയ വന്ന് വിളിച്ചപ്പോൾ അകത്തോട്ട് കയറിയേ. കർത്താവ് എക്സ്പെക്ട് ചെയ്യുന്ന ചില മറിയമാരുണ്ട്. മനസ്സിലാ? കിട്ടിയോ? എല്ലാവരെയും വേണ്ട. ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന ചില പീറ്റർമാരുണ്ട്. ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന ചില മത്തിയാസ്മാരുണ്ട്. മറിയ വന്നപ്പോഴത്തേക്കിനും അവനകത്തോട്ട് കയറി. എൻ്റെ ചോദ്യം, ലാസറേ, എന്തിനാ ലാസറേ എല്ലാ പതിവും തെറ്റിയേ? എന്തിനാ ലാസറേ എല്ലാ പതിവും തെറ്റിയേ? കർത്താവിൻ്റെ മറുപടി, വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. ആമേൻ പറയാമോ? നിങ്ങളെന്നെ ശ്രദ്ധിച്ചോണേ. ഞാനൊരു ദൂത് പറയാൻ വേണ്ടി വരിക. നിങ്ങളെന്നെ ശ്രദ്ധിച്ചോ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം. ലാസർ കല്ലറയ്ക്കകത്ത് കയറി. ആമേൻ. നാറ്റം വമിച്ചു. ലാസറേ മോനെ, ശതാധിപന്റെ വീട്ടിലെ ബാല്യക്കാരനെ സൗഖ്യമാക്കിയതുപോലല്ല എനിക്ക് നിന്നെ സൗഖ്യമാക്കാൻ പദ്ധതിയുള്ളേ. യായിറോസിന്റെ വീട്ടിലെ മകളെ ഉയർപ്പിച്ചതുപോലെ ഉയർപ്പിക്കാനല്ല എനിക്ക് നിന്നെക്കുറിച്ച് പദ്ധതിയുള്ളത്. നയീൻ എന്ന പട്ടണത്തിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചതുപോലെ ഉയർപ്പിക്കാനല്ല എനിക്ക് നിന്നെക്കുറിച്ച് പദ്ധതിയുള്ളത്. ഇതുവരെ ബഥാന്യ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ ചരിത്രം കണ്ടിട്ടില്ലാത്ത, പതിവില്ലാത്ത ചില വിടുതലുകൾ നിനക്ക് വേണ്ടി ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കമാണെന്ന് പറഞ്ഞാൽ ഒന്ന് കരമടിച്ച് ആ ദൂതനെ സ്വീകരിക്കാൻ എത്ര പേര് തയ്യാറാകും? ഇന്ന് പകലിൽ ധൈര്യത്തോടെ പറ, എനിക്ക് വേണ്ടി ചിലത് സ്പെഷ്യലായിട്ട്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ തുടക്കം എന്നാണെന്നറിയാമോ? ഒന്നിട്ട് പെട്ടെന്നിട്ട് നിങ്ങൾ എടുക്കണ്ട, ഇവിടെ ഇടും. യോഹന്നാന്റെ സുവിശേഷം വേഗത്തിൽ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം എങ്ങനെ തുടങ്ങുന്നതെന്നറിയാമോ? മാർത്തയുടെയും മറിയയുടെയും പട്ടണമാകുന്ന ബഥാനി എന്ന് പറയുന്ന ഗ്രാമം. മാർത്തയുടെയും മറിയയുടെയും പട്ടണമാകുന്ന ബഥാനി എന്ന് പറയുന്ന ഗ്രാമം. ആമേൻ. പക്ഷേ 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് ഇടാമോ? 12-ാം അധ്യായം 1-ാമത്തെ വാക്യം എന്നെ എഴുതിയിരിക്കുന്നതെന്നറിയാമോ? യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത പട്ടണമായ ബഥാന്യ. അതിന്റെ അർത്ഥം ശ്രദ്ധിച്ചു കേട്ടോ. 11-ാം അധ്യായം എഴുതി വെച്ചപ്പം യോഹന്നാൻ ഇങ്ങനെ എഴുതി, അവൻ മാർത്തയുടെയും മറിയയുടെയും പട്ടണമായ ബഥാന്യ. 12-ാം അധ്യായം എഴുതാൻ യോഹന്നാൻ പേനയെടുത്ത് കയ്യിലോട്ട് ചലിപ്പിക്കാൻ തുടങ്ങിയപ്പോ പരിശുദ്ധാത്മാവ് പറഞ്ഞേ, എന്റെ പൊന്നു യോഹന്നാനെ, ഇനി ചേച്ചിമാരുടെ പേരിൽ ആ പട്ടണം അറിയപ്പെടണ്ട. 4 ദിവസം ചീഞ്ഞളിഞ്ഞൊരു പയ്യനവളുണ്ട്, 4 ദിവസം കല്ലറക്കകത്തിരുന്ന ഒരു മകനവളുണ്ട്. ഇനി ആ പട്ടണത്തിന്റെ ചരിത്രം അവന്റെ പേരിൽ അറിഞ്ഞാൽ മതിയെന്ന്. ലാസറേ, ആർക്കുമില്ലാത്തൊരു നാറ്റം നിനക്ക് നേരിട്ട് എന്തിനാ? ആർക്കുമില്ലാത്തൊരു പ്രതിസന്ധി നിനക്ക് വന്നതെന്താ? ആർക്കുമില്ലാത്ത ഒരു നിന്നക്കകത്തൂടെ നീ കയറിയതെന്തിനാ? പട്ടണത്തിന്റെ ചരിത്രത്തെ മാറ്റുന്ന ഒരു വിടുതൽ നിന്നിലൂടെ എന്റെ ദൈവത്തിന് ചെയ്യാനുണ്ടെന്ന്. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത മഹത്വത്തിന്റെ നിറവ് വെളിപ്പെടുത്താൻ ഇൻ ദ നെയിം ഓഫ് കാരം അടിച്ച് അല്പ നിമിഷങ്ങൾ ദൈവത്തിന് ആരാധന കൊടുത്തേ. യേശുവിന്റെ നാമത്തിൽ ബ്രദറെ, നിന്റെ ലൈഫിൽ അത് സംഭവിക്കട്ടെ. കരമടിച്ച് അല്പ നിമിഷങ്ങൾ ദൈവത്തിന് ആരാധന കൊടുത്തേ. ചൂടാമാന വൈഷത്തല ബർത്തസ്മി അന്തല അടക്കടക ചൽമന ഹസി അന്തല ഘടകം. യേശുവിന്റെ നാമത്തിൽ പതിവ് തെറ്റുന്നുണ്ടോ? അതിൻ്റെ അർത്ഥം പതിവില്ലാത്ത, ഇതുവരെ നടന്നിട്ടില്ലാത്ത. ആമേൻ. ഹർഷാലാമാസി മതി മോനെ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ. ഈ ലാസർ കല്ലറയ്ക്കകത്തായി കിടക്കുന്നത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മാർത്ത എന്ന് പറയുന്ന നെയിം ഈജിപ്ഷ്യൻ നെയിം ആയതുകൊണ്ട് ഈജിപ്ഷ്യൻ സിസ്റ്റത്തിനകത്താണ് ലാസറിനെ അടക്കിയത്. പിരമിഡ് സിസ്റ്റം, ഗുഹയ്ക്കകത്ത്. ഇവൻ പുറത്ത് വന്നപ്പോഴാ
ഇവൻ്റെ മുഖത്തെ റൂമാലഴിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇവൻ കാണാതെ വന്നേ. ജോൺസൺ അച്ഛാ, ഈ ഗുഹയുടെ